നമസ്കാരം, ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഡോക്ടർ വി ശിവദാസൻ എംപിയും ജില്ലാ കലക്ടർ അരുൺ കെ വിജയനും എത്തി. തീർത്ഥാടകർക്കായി ഒരുക്കിയ സൗകര്യങ്ങൾ ഇരുവരും വിലയിരുത്തി. സൗകര്യങ്ങൾ മികച്ചതെന്ന് ഇരുവരും പ്രതികരിച്ചു. ക്യാമ്പിൽ തീർത്ഥാടകർക്കായി ഒരുക്കിയ പ്രാർത്ഥനാ ഹാൾ, താമസകേന്ദ്രം, ഭക്ഷണശാല, ശുചിമുറി, അടുക്കള എന്നിവിടങ്ങളിൽ ഇരുവരും സന്ദർശനം നടത്തി സൗകര്യം വിലയിരുത്തി. വലിയ മുന്നൊരുക്കമാണ് ക്യാമ്പിൽ നടന്നിട്ടുള്ളതെന്ന് ഡോക്ടർ വി ശിവദാസൻ എംപി പറഞ്ഞു. കണ്ണൂർ എയർപോർട്ടിന്റെ മുന്നോട്ടു പോക്കിന് ഊർജമാവുന്നതാണ് ക്യാമ്പും ഭൗതിക സൗകര്യവും. സംഘാടക സമിതിയെയും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയെയും എംപി അഭിനന്ദിച്ചു. കണ്ണൂർ വിമാനത്താവളത്തിന്റെ മുന്നോട്ടു പോക്കിന് വലിയ പിന്തുണയാകുന്ന തരത്തിലാണ് ഹജ്ജ് ക്യാമ്പ് മാറിയതെന്ന് ശിവദാസൻ പ്രതികരിച്ചു. വിമാനകരമായ നിലയിലാണ് ഇപ്രാവശ്യം ഹജ്ജ് തീർത്ഥാടകരുടെ എണ്ണത്തിലുണ്ടായിട്ടുള്ള വർധനവ്. കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള 2000 ചില്ലാനം എന്നുള്ളത് 3164 എന്നുള്ളതിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഒരുക്കങ്ങളുടെ കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തിനുണ്ടായിട്ടുള്ള ആദ്യഘട്ട തയ്യാറെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി വലിയ മുന്നൊരുക്കങ്ങൾ ഇപ്രാവശ്യം ഇവിടെ നടത്തി കഴിഞ്ഞു. ഹജ്ജ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഇവിടെ റാഫി ഉൾപ്പെടെയുള്ള ആളുകൾ കേന്ദ്രീകരിച്ച് നിൽക്കുകയും സംഘാടക സമിതി പി പുരുഷോത്തമൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഭാഗവാക്കായിട്ടുള്ള സംഘാടക സമിതി അവരെല്ലാം ചേർന്ന് വലിയ നിലയിലുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാവരും ചേർന്നുള്ള ഒരുക്കങ്ങൾ, എയർപോർട്ടിൻ്റെ അതോറിറ്റിയുടെ പിന്തുണ, ആ പിന്തുണയിലെല്ലാം നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാകും. മനോഹരമായിട്ടുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം, ഭക്ഷണത്തിനുള്ള സൗകര്യം, മറ്റ് അടിസ്ഥാന പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാ അർത്ഥത്തിലും കണ്ണൂർ എയർപോർട്ടിൻ്റെ ഒരു മുന്നോട്ട് പോക്കിന് തന്നെ ഇതൊരു വലിയ പിന്തുണയായിട്ട് മാറുന്ന നിലയിലാണ് ഒരുക്കങ്ങളാകെ മാറിയിട്ടുള്ളത്. വരും വർഷങ്ങളിലേക്ക് കൂടുതൽ വിപുലപ്പെടുത്താനുള്ളൊരു സാഹചര്യം കൂടി ഇവിടെ തുറന്നിടുകയാണ്. അപ്പോൾ ഈ ഒരുക്കങ്ങൾക്ക് പിന്നിൽ അഹോരാത്രം പണിയെടുത്തിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവരെല്ലാം അഭിനന്ദിക്കുന്നതിന് വേണ്ടി കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഏതായാലും ഔദ്യോഗിക സംവിധാനങ്ങളിൽ നല്ല ജാഗ്രതയും മികവുമുണ്ടെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. തീർത്ഥാടകർക്ക് നല്ലൊരു അനുഭവമാകും കണ്ണൂർ എംബാർക്കേഷനിൽ നിന്നുണ്ടാവുകയെന്നും തീർത്ഥാടകർക്ക് യാത്രാ ആശംസ നേരുന്നതായും കളക്ടർ പറഞ്ഞു. കേരള ഹജ്ജ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ വർഷത്തെ ഹജ്ജ് എംബാർക്കേഷൻ കണ്ണൂർ എയർപോർട്ടിൽ നിന്നുള്ള എംബാർക്കേഷൻ നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ആദ്യത്തെ ഫ്ലൈറ്റ് മറ്റന്നാൾ കാലത്ത് ഇവിടെ നിന്ന് പുറപ്പെടും. ഏകദേശം 3261 പേര് വെച്ചിട്ട് ഓരോ ദിവസവും 2 ഫ്ലൈറ്റുകളിലായിട്ട് നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടാനുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം ആയിട്ടുണ്ട്. ഇവിടെ ഹാജിമാർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഉള്ള രജിസ്ട്രേഷൻ മുതൽ താമസവും ഭക്ഷണവും എല്ലാ കാര്യങ്ങളും ഹജ്ജ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് റെഡിയായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരും എല്ലാം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു 1-2 ആഴ്ചകളിൽ ഇവിടെ നിന്ന് പോകാനുള്ള എല്ലാ വ്യക്തികൾക്കും എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കുന്നുള്ള രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാ ഹാജിമാർക്കും നല്ലൊരു അനുഭവമായിരിക്കും കണ്ണൂർ എയർപോർട്ടിൽ നിന്നുള്ള എംബാർക്കേഷൻ എന്ന് വിശ്വസിക്കുന്നു. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ADM നവീൻ ബാബു, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം PP മുഹമ്മദ് റാഫി, കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KV മിനി, AKG ആശുപത്രി പ്രസിഡന്റ് P പുരുഷോത്തമൻ, ക്യാമ്പ് കൺവീനർമാരായ CK സുബൈർ ഹാജി, നിസാർ അതിരകം, സ്പെഷ്യൽ ഓഫീസർ U അബ്ദുൾ കരീം, സെൽ ഓഫീസർ മുഹമ്മദ് നജീബ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.